നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ ഏറ്റവും അധികം കണ്ടിട്ടുള്ളത് എന്റെ അച്ഛന്റെ മുഖാണ്. പലപ്പോഴും ആ മുഖത്ത് ദുഃഖവും നിരാശയും നിറഞ്ഞു നിൽക്കുന്നതാ ഞാൻ കണ്ടിട്ടുള്ളത്. ആ അച്ഛൻ എനിക്ക് അച്ഛൻ മാത്രമല്ല, മരിച്ചുപോയ എന്റെ അമ്മയും കൂടിയാണ്. അതുമല്ല, സാക്ഷാൽ കാണപ്പെട്ട ദൈവം. അച്ഛന്റെ മുഖത്തെ ആ സന്തോഷം ജീവിതകാലം മുഴുവൻ ഉണ്ടാവണം. അതിനാണ് എന്റെ ഈ തീരുമാനം. കൊള്ളാം. ഇതിനിടയ്ക്ക് നിനക്ക് സ്വന്തമായിട്ടൊരു ജീവിതം ഉണ്ടെന്ന് നീ അങ്ങ് മറന്നു. ആ ജീവിതം കണ്ണീരി മുങ്ങിയാലും സാരമില്ലെന്ന് നീ നിശ്ചയിച്ചു. അങ്ങനെ നിനക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷെ എന്റെ മാത്രം സന്തോഷം എന്നൊരു സ്വാർത്ഥത എനിക്ക് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല. ഇതിനൊരു മറുഭാഗം കൂടി ഇല്ലേ ആതിര? നിന്റെ സന്തോഷം ഇല്ലാതാവുമ്പോ നിന്റെ അച്ഛനത് സഹിക്കാൻ കഴിയോ? അതെന്താ നീ ആലോചിക്കാതിരുന്നത്? ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ഞാൻ സങ്കടപ്പെട്ട് കഴിയുമെന്ന് മുൻകൂട്ടി പ്രവചിക്കേണ്ട കാര്യമില്ല പ്രിയ. ഒരു കാര്യം നിനക്കറിയോ പ്രിയ? ശല്യക്കാരനെന്നൊക്കെ പറഞ്ഞ് ആ ചേട്ടനെ വെറുത്ത് നടന്ന കാലത്ത് എനിക്കത് അറിയില്ലായിരുന്നു. ഈ ചെറിയ പ്രായത്തില് വലിയൊരു കുടുംബത്തിന്റെ ഭാരം തോളിലേറ്റ് നടക്കുന്നവനാ ഹരിച്ചേട്ടൻ. ഓ, ഒരു ഹരിച്ചേട്ടൻ. അതെ പ്രിയ, ഹരിച്ചേട്ടൻ തന്നെയാ. എന്റെ അച്ഛനെ എന്നും ചുമക്കുന്ന വാട്ടർ ക്യാനിന്റെ ഭാരത്തെക്കാളും വലിയ ഭാരമാ ആ ചുമലിലുള്ളത്. ഒരു വലിയ കുടുംബം എന്നുള്ള ഭാരം. അച്ഛൻ, അച്ഛമ്മ, അനുജൻ, 2 അനിയത്തിമാര് എന്നൊക്കെയുള്ള വലിയ ഉത്തരവാദിത്തത്തിന്റെ ഭാരം. അതും സഹിച്ച് മുന്നോട്ട് നടക്കുമ്പോ ചിലപ്പോ ദേഷ്യം വന്നൊക്കെ വരും, സമചിത്തത കൈവിട്ടെന്നും വരും. അങ്ങനെയുള്ള ഒരാൾക്ക് സമാധാനം കൊടുക്കാനും സാന്ത്വനിപ്പിക്കാനും എന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു അവസരമായിട്ടേ ഞാനിതിനെ കാണുന്നുള്ളൂ. ഹരിച്ചേട്ടൻ പിശുക്കനല്ല, സൂക്ഷിച്ച് ചെലവ് ചെയ്യുന്നവൻ മാത്ര. അങ്ങനെയാ ഞാനിപ്പോ കാണുന്നത്. അത് പിശുക്കല്ല. നിന്റെ ചിന്തകൾക്ക് ദിശാബോധം നഷ്ടപ്പെട്ടോന്ന് എനിക്കറിയില്ല. ഇങ്ങനെയുള്ളവരെ തന്നെയാ ഞങ്ങളൊക്കെ പിശുക്കരെന്ന് വിളിക്കുന്നത്.